നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ NAS +2 ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് മാപ്പ് മാർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും ശേഖരിച്ച കുറച്ച് 6 മാപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹിസ്റ്ററിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതാണ് മാപ്പ്. 10 മാർക്കിനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. അതിൽ ഓരോ സ്ഥലവും അടയാളപ്പെടുത്തുന്നതിനനുസരിച്ച് മാർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്ലേസ്, ഇപ്പോൾ ബനാവലി, അത് അടയാളപ്പെടുത്തിയ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്കേ നഷ്ടപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും 2 സ്ഥലത്തിന് ചേർത്തിട്ട് 1 മാർക്ക്, അങ്ങനെയൊക്കെയാണ് മാർക്ക്. അപ്പോൾ 10 മാർക്ക് ഒരുമിച്ച് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മാപ്പ് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓൺ ദ ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ മാർക്ക് ദ ഫോളോയിങ്. അതിൽ ഏൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഇതിൽ 3ലും ചില പ്രദേശങ്ങൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ മാർക്ക് ചെയ്യാനാണ്. ഏൻഷ്യൻ്റ് ഇന്ത്യ, എക്സ്റ്റെൻറ്റ് ഓഫ് ഹാരപ്പൻ കൾച്ചർ. അപ്പോൾ ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മോഹൻജദാരോ, റോപ്പർ, ലോത്താൽ, ബനാവലി, ആലംഗീർപൂർ. മിഡീവൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഓർ കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബൗണ്ടറീസ് ഓഫ് ഖിൽജി എംപയർ ഇൻ 1320, 1320 ഖിൽജി സാമ്രാജ്യം അല്ലേ, ഖിൽജി സാമ്രാജ്യത്തിൻ്റെ ബൗണ്ടറീസ്, അതിരുകൾ, അതിനെക്കുറിച്ച് എഴുതാനായിട്ട് അടയാളപ്പെടുത്താനായിട്ട്. അപ്പോൾ മാൾവ, റാൻഡംബൂർ, ബനാറസ്, കനൗജ്, ചിറ്റോർ, ഇത്രയും പ്രദേശങ്ങൾ അതിൽ അടയാളപ്പെടുത്താനായിട്ടുണ്ട്. മോഡേൺ ഇന്ത്യ അതിൽ വരുന്നത് ബൗണ്ടറീസ് ഓഫ് ബ്രിട്ടീഷ് എംപയർ ഇൻ 1856, 1856 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ. പിന്നെ ഏതാണ്? ഝാൻസി, സത്താറ, നാഗ്പൂർ, ലക്നൗ, ജയ്പൂർ, ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓൺ ദ ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ മാർക്ക് ദ ഫോളോയിങ്. ലോത്താൽ, ഹാരപ്പ, എക്സ്റ്റെൻറ്റ് ഓഫ് അക്ബർസ് എംപയർ, മാൾവ, ലാഹോർ, ഝാൻസി, ചമ്പാരൻ, ക്യാപിറ്റൽ ഓഫ് ദ മൗര്യാസ് ഓർ സാരനാഥ്. അപ്പോൾ ലോത്താൾ, ഹാരപ്പ, പിന്നെ അക്ബർ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി അല്ലേ, എക്സ്റ്റെൻറ്റ് ഓഫ് അക്ബർസ് എംപയർ. ഇത് നേരത്തെ ഉള്ള ക്വസ്റ്റ്യനിലും ചോദിച്ചായിരുന്നു. അപ്പോൾ മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എക്സ്റ്റെൻറ്റ് ഓഫ് അക്ബർസ് എംപയർ എന്ന് പറയുന്നത്. അതുപോലെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ മാൾവ, അതെല്ലാം കഴിഞ്ഞതിലും കണ്ടതാണ്. അപ്പോൾ ഈ സ്ഥലങ്ങൾ കോമൺ ആയിട്ട് ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. അതിൽ തന്നെയുള്ള B എന്താണ്? വേൾഡ് മാപ്പിനെ കുറിച്ച്. അതിലുള്ളത് ഓൺ ദ ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ദ യൂറോപ്പ് മാർക്ക് ആൻഡ് നെയിം ദ കൺട്രി വെയർ നാസിസം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. നമുക്കറിയാം നാസിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ നാസിസം നിലനിന്നത് ജർമ്മനിയിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജർമ്മനിയെക്കുറിച്ച് ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടാണല്ലേ, എവിടെയാണ് നാസിസം നിലനിന്നിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജർമ്മനി, അത് ആ പ്രദേശം ജർമ്മനി അടയാളപ്പെടുത്താനാണ്. 2ാം ലോക മഹായുദ്ധത്തിന്, സെക്കൻഡ് വേൾഡ് വാറിന് മുന്നേ ജർമ്മനി കൈവശപ്പെടുത്തിയ കുറേ രാജ്യങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ അത് അടയാളപ്പെടുത്താനായിട്ട് ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ജർമ്മനിയെ ജർമ്മനിയെ മാർക്ക് ചെയ്യാനായിട്ട്, അങ്ങനെ ഏത് രീതിയിൽ വേണോ ചോദിക്കാം. കൂടുതലും ഈ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന്, അതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നത് ജർമ്മനിയായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് 3ാമത്തെ ക്വസ്റ്റ്യൻ ഓൺ ദ ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ മാർക്ക് ആൻഡ് നെയിം ദ ഫോളോയിങ്. ഏതൊക്കെയാണ്? അണ്ടർലൈൻ അല്ല, മാർക്ക് ചെയ്യാനുള്ളത് നോക്ക്. പാടലിപുത്ര, വാരണാസി, ദ ബൗണ്ടറീസ് ഓഫ് അക്ബർസ് എംപയർ ഇൻ 1605. അപ്പോൾ അതിൽ പാടലിപുത്രം, അതുപോലെ വാരണാസി, പിന്നെ 1605 അക്ബറിൻ്റെ, കണ്ടോ അവിടെ അക്ബറിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ, ഔദ്, പിന്നെ മുൾത്താൻ, ഝാൻസി, ദണ്ഡി, മഗധ അല്ലെങ്കിൽ എല്ലോറ, ഇതെല്ലാം വീണ്ടും അടയാളപ്പെടുത്താനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഔദ്, മുൾത്താൻ, ഝാൻസി, ദണ്ഡി. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ദണ്ഡി. ദണ്ഡി മാത്രമല്ല, എവിടെയാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഉപ്പ് സത്യാഗ്രഹം ബ്രേക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ആ പ്രദേശങ്ങൾ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് എഴുതാനുണ്ടായിരുന്നത് ഓർമ്മ ഉണ്ടായിരിക്കും. എവിടെ നിന്നാണ് അദ്ദേഹം ദണ്ഡി കടപ്പുറത്ത് ആ യാത്ര തിരിച്ച ആ റൂട്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അടയാളപ്പെടുത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. മഗധയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മൗര്യ സാമ്രാജ്യം, അതുപോലെ മഹാജനപദാസൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ B എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ ദ ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് യൂറോപ്പ് മാർക്ക് ആൻഡ് നെയിം എ കൺട്രി ഒക്കുപ്പൈഡ് ബൈ ജർമ്മനി ബിഫോർ ദ സെക്കൻഡ് വേൾഡ് വാർ. കണ്ടല്ലോ, അവിടെയും ഏതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ജർമ്മനി, അതായത്
സെക്കൻഡ് വേൾഡ് വാറിന് മുൻപ് ജർമ്മനി കൈവശപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ ജർമ്മനിയുടെ ഭാഗമായിരുന്ന ഒരു രാജ്യത്തിൻ്റെ പേരെഴുതാനായിട്ടാണ്. അതിൽ നിങ്ങൾക്ക് ഒരുപാട്, അതായത് പോളണ്ട് 1939 പോളണ്ട് ജർമ്മനിയുടെ കൈവശമായിരുന്നു. ഡെൻമാർക്ക്, നെതർലാൻഡ്സ്, അതുപോലെ ഫ്രാൻസ്, യൂഗോസ്ലാവിയ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഏത് വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടയാളപ്പെടുത്താവുന്നതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൺ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ മാർക്ക് ആൻഡ് നെയിം ദ ഫോളോയിങ്. ചാൽക്കോലിത്തിക്കാൻഡ് വൺ ഹാരപ്പൻ സൈറ്റ്. ചാൽക്കോലിത്തിക് ഏജ് ആ പ്രദേശം, അതായത് ഹാരപ്പൻ സൈറ്റ്. പിന്നെന്താണ്, ദ ബൗണ്ടറി ഓഫ് ഷെർഷാസ് എംപയർ. അക്ബറിൻ്റെ എംപയർ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഷെർഷയുടെ സാമ്രാജ്യം. അതിൻ്റെ ബൗണ്ടറീസ് അടയാളപ്പെടുത്താനായിട്ടാണ്. പിന്നെ ആഗ്ര, കനൗജ്, ഫ്രഞ്ച് കോളനി ഓഫ് പോണ്ടിച്ചേരി, ദണ്ഡി, മഗധ ഓർ ദി സ്റ്റേറ്റ് നോൺ ഫോർ മധുബനി പെയിൻറ്റിങ്സ്. എന്താണ് മധുബനി പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഫോക്ക് ആർട്ടാണ്, ബീഹാറിൻ്റെ ഫോക്ക് ആർട്ടാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യാനായിട്ട് ചോദിക്കും. നെക്സ്റ്റ് അതിൽ ബി, ഓൺ ദ ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് യൂറോപ്പ് മാർക്ക് ആൻഡ് നെയിം ദ കൺട്രി ഓക്കുപ്പൈഡ് ബൈ ജർമ്മനി ജസ്റ്റ് ബിഫോർ ദ സെക്കൻഡ് വേൾഡ് വാർ. നിങ്ങൾ നോക്കി ഇത്രയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഇത്രയും സമയം പഠിച്ചതിൽ എല്ലാം വേൾഡ് മാപ്പ്, അതിൽ നിന്ന് എല്ലാം ഏത് തന്നെയാണ് യൂറോപ്പിൽ, അതായത് ജർമ്മനിയിൽ അമ്മായിട്ട് ബന്ധപ്പെടുത്തിയുള്ളത് തന്നെയാണല്ലേ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് വന്നത്. ഇവിടെയും എന്ത് തന്നെയാണ്, മാർക്ക് ആൻഡ് നെയിം എ കൺട്രി ഓക്കുപ്പൈഡ് ബൈ, നേരത്തെ ക്വസ്റ്റ്യനും അത് തന്നെയാണ്. ജർമ്മനി ജസ്റ്റ് ബിഫോർ ദ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പ് ജർമ്മനി കൈവശം വെച്ചിരുന്ന അല്ലെങ്കിൽ ജർമ്മനിയുടെ ഭാഗമായിരുന്ന രാജ്യം ഏതാണെന്ന് എഴുതാനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏത് വേണോ എഴുതാം, പോളണ്ട്, ഡെൻമാർക്ക്, അതിലേത് വേണോ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാവുന്നതാണ്. ഫ്രാൻസ്, യൂഗോസ്ലാവിയ, അതുപോലെ ഈ പ്രദേശങ്ങളെല്ലാം ഒന്ന്, നെതർലാൻഡ്സ്, ഇതെല്ലാം ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് അഞ്ചാമത്തേത്, ഓൺ ദ ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ മാർക്ക് ദ ഫോളോയിങ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഹാരപ്പ, ലോത്താൾ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹാരപ്പ, ലോത്താൾ, എക്സ്റ്റെൻഡ് ഓഫ് ഷെർഷാസ് കിങ്ഡം. അപ്പോൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്, ഷെർഷയുടെ കിങ്ഡം, അത് വ്യാപിച്ചിരുന്ന പ്രദേശങ്ങൾ. മീററ്റ് മാർക്ക് ചെയ്യാനായിട്ട്. ദ പ്ലേസ് വെയർ കോൺഗ്രസ് സെഷൻ വാസ് ഹെൽഡ് ഇൻ 1929. 1929 കോൺഗ്രസ് സെഷൻ ഹെൽഡ് ചെയ്ത് അത് എവിടെയാണെന്ന് ആ പ്ലേസ് എഴുതാനായിട്ട്. പിന്നെ മഗധ അല്ലെങ്കിൽ ഓപ്ഷൻ 1 ആയിട്ട് മഗധ അല്ലെങ്കിൽ സാഞ്ചി സ്തൂപ, അതിനെക്കുറിച്ചിട്ട് അതും മാർക്ക് ചെയ്യാനായിട്ടുണ്ട്. ഓൺ ദ ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് യൂറോപ്പ് മാർക്ക് ചെക്കോസ്ലാവാക്യ. അത് കണ്ടല്ലോ, ചെക്കോസ്ലാവാക്യ, അതായത് വേൾഡ് മാപ്പിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് ചെക്കോസ്ലാവാക്യ അടയാളപ്പെടുത്താനായിട്ടാണ്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ, ഓൺ ദ ഗിവൺ പൊളിറ്റിക്കൽ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ മാർക്ക് ദ ഫോളോയിങ്. നിയോലിത്തിക് സൈറ്റ്സ്, അതുപോലെ ബുസാഹോം, ചിരൻഡ്, അജ്മീർ, പാനിപ്പത്ത്, സീറ്റ് ഓഫ് പവർ ഓഫ് ഗൈക്വാഡ്, അതുപോലെ ദ ടെറിട്ടറി വിച്ച് ഫസ്റ്റ് സൈൻഡ് ദ സബ്സിഡിയറി ട്രീറ്റി. പിന്നെ ദ പ്ലേസ് വെയർ ഗാന്ധിജി ബ്രോക്ക് ദ സാൾട്ട് ലോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഗാന്ധിജി സാൾട്ട് ലോ ബ്രേക്ക് ചെയ്ത പ്ലേസ്, അത് അടയാളപ്പെടുത്താനായിട്ടുണ്ട്. ഓപ്ഷൻ 1, നെയിം ദ മോസ്റ്റ് ഓർ പവർഫുൾ മഹാജനപദാസ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, അടയാളപ്പെടുത്തുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഓപ്ഷൻ 2 ആണെങ്കിൽ ഗാന്ധാർ. അതിൽ വരുന്നത് ബിയിലേതാണ്, ഓൺ ദ ഗിവൺ പൊളിറ്റിക്കൽ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് യൂറോപ്പ് മാർക്ക് ജർമ്മനി. എല്ലാം ജർമ്മനി അടയാളപ്പെടുത്താനാണ്, ജർമ്മനി മാർക്ക് ചെയ്യാൻ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനിലും ചോദിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ 10 മാർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. 1-2 സ്ഥലങ്ങൾ തെറ്റിപ്പോയി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല, ആ മാർക്ക് മാത്രമേ നഷ്ടമാവുന്നുള്ളൂ. ആ മാർക്കും നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നിങ്ങൾ കഴിയുന്നത് ഈ 6 മാപ്പ്, ഞാനിപ്പോൾ പറഞ്ഞു തന്ന ഈ 6 ക്വസ്റ്റ്യൻ, ഇത് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യനിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തതാണ്. ഈ 6 എണ്ണം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 10 മാർക്ക് നേടാനായിട്ട് സാധിക്കും.